വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബ്ലൂ പിങ്ക് ഡേയ്സ്. എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ഇന്നൊരു വിഷു ഫോട്ടോഷൂട്ട്. അപ്പൊ നമ്മൾ ഫോട്ടോഷൂട്ട് അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഒരുങ്ങിക്കില്ല. പിന്നെ ഇത് ശരിക്കും രുദ്രുവിന്റെ ഫോട്ടോഷൂട്ടാണ്. അതിന്റെ കൂടെ നമ്മൾ 2-3 പിക്ചേഴ്സ് കൂടി എടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ രുദ്രുവിനെ നമ്മള് കൃഷ്ണനാക്കിയിട്ട് ഒരുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് വിഷുവിന്റെ ആദ്യത്തെ വിഷു. ഇന്നങ്ങനെ പൊതുവെ ആൾക്കാരൊന്നും ആഘോഷിക്കാറില്ല, എന്നാലും നാളത്തെ ഒരു ദിവസമാണ് വിഷു എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാറ്. അപ്പൊ നമ്മളിന്ന് പോകുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മുജുകുന്ന് കോട്ടയിൽ ക്ഷേത്രമുണ്ട്, മുജുകുന്ന്. അപ്പൊ ആ ഒരു ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫോട്ടോ അറ്റ്മോസ്ഫിയർ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഏച്ചീനെയും വാവേനെയും വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് കേട്ടോ. ഏട്ടൻ എന്തൊന്നും പറയുന്നില്ലേ? ഹാപ്പി വിഷു പറയുന്നില്ലേ? കൊന്ന പറിക്കാൻ അമ്മ പോവാണേ. ഇത് രാവിലെ തന്നെ ഒക്കെ പറിക്കാൻ പറ്റില്ല, ഞാൻ പറിക്കണം. വരുന്ന കണ്ടായിരിക്കും മൂപ്പർ പറിച്ചാണ് കംപ്ലീറ്റ് ഞാൻ പറിച്ചെടുത്താണ്. മൂപ്പര് മാത്രമല്ല, ഇവിടെ എല്ലാം അടുത്തുള്ളൊരു തോട്ടക്കാരുണ്ട്. മൂപ്പർ രണ്ടാളും ഒരുമിച്ച് പറിച്ചാണ്. ആ അത്യാവശ്യം കിട്ടി, ഞാൻ തന്നെ കാര്യം പറിച്ച്. കണ്ടിക്കോ ഏട്ടൻ വരയ്ക്കുന്നില്ലല്ലോ, നിറയെ ഉറുമ്പാണ്. ഫുള്ള് മീറാണ്, മീറ്. അതുകൊണ്ടാ മൂപ്പര ഒരുക്കി നിർത്തിയിരിക്കുക കൃഷ്ണനായിട്ട്. നല്ല കൊള്ളാല്ലേ കാണാൻ? അയ്യോ കുഞ്ഞിക്കണ്ണേ പോവാ ഇറങ്ങാ. ഇതുണ്ടോ, ഒരാൾ ഇരിക്കുന്നുണ്ടോ? അവളെ കൃഷ്ണനായത് ഇന്നത്തെ താരം. ആവല്ലേ കാണാൻ ആടായിട്ട്. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. എമ്പുട്ടാടെ അയച്ചിട്ടെമ്പുട്ടനാ മേലെ കെട്ടി സാധനം താഴെ കഴിഞ്ഞു കൊന്നിക്കല്ല. എല്ലാം കെട്ടല്ലേ നേടെ ഉണ്ണിക്കണ്ണനായിട്ട് സാധനങ്ങളാ കേട്ടോ. എന്താവും എന്തോ, ഞാനാ ഫോട്ടോ എടുക്കുന്നത്. മൂപ്പർക്ക് നല്ല തമാശ അവിടെ. കാറിലിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ, അല്ലെങ്കിൽ ഭയങ്കര ബോറാക്കും. ഇതാ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിച്ചോട്ടല്ല, ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണം പോലെ. നടക്കുമെന്നറിയില്ല, നോക്കട്ടെ. ഇവിടെ ഫോട്ടോഗ്രാഫി ഒരു കുഞ്ഞൊരു ചെറിയ ഫോട്ടോഗ്രാഫിയാണ്. എന്നാലും അവർ എടുത്തു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ പൈസ വേണമെന്ന് അവർ പറയുന്നത്. നല്ലൊരു എമൗണ്ട് വേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ക്യാമറ കൊണ്ടുവന്നാലാണ് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞത്. ഫോണാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് എടുക്കാലോ. ഉള്ളിലും കൂടി ചോദിച്ചിട്ട് കൺഫേം ആക്കി തരാം. ഇതാണ് പ്രസിദ്ധമായ കോട്ടയിൽ അമ്പലം. സർഗം സിനിമയൊക്കെ ഇല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടുന്നാണ് പറയുന്നത്. ഇവിടുന്നാണ് കേട്ടിട്ടുണ്ടെന്നല്ല. ഞാൻ മൂപ്പരിത ഇവിടുന്ന് നല്ല ആറാട്ടാണ്. ഇത് കോട്ടയിൽ അമ്പലമാണ്. പ്രശസ്തമായ നമ്മുടെ സർഗം സിനിമയിലൊക്കെ ഉള്ള കോട്ടയിൽ അമ്പലത്തിലാണ്. വേണ്ട മൂപ്പറെ ചെറിയൊരു ഫോട്ടോഗ്രാഫി എടുക്കാൻ നോക്കട്ടെ. നാളെ ഞാനും വളർന്നു വരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയാലോ. കാണാൻ ഗംഭീരം കേട്ടോ. കാവും കുളവും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ ചൂസ് ചെയ്ത്. പുഴയും കടലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കടലും കൃഷ്ണനായിട്ടൊന്നും വലിയ ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ഫുൾ ഫോട്ടോഗ്രാഫിയാണ്, കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫേഴ്സ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട്സ്. മക്കൾ കുളിക്കുന്നുണ്ടോ? രാവിലെ തന്നെ
ഫ്രെയിം സെറ്റ് ചെയ്യാന്ന്. അമ്മ അതാ ഫ്രെയിം സെറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് നടന്നിട്ടില്ലെങ്കിൽ വേറെ ഏതാ വഴിക്ക് പോകേണ്ടി വരും. ഇവിടെ വെളിച്ചമുണ്ട്. നല്ല കാവിൻ്റെ ഭംഗി എന്ന് പറയാം. ഇവിടെ പൊതു ആൾക്കാരെല്ലാം ആൾക്കാർ ഒരുപാട് ആയി. അങ്ങനെ ഒരുപാട് ആളായി. ഫോട്ടോഷൂട്ട് കഴിയുമല്ലോ. ഫാമിലിയുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോളൂ നിങ്ങൾ. ഇന്ന് വിഷു ഫസ്റ്റ് ഡേയാണ്. പക്ഷേ നല്ല തിരക്കാണ്. ഇത് തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ആളുണ്ടാവില്ല. പക്ഷെ ഇത് നല്ല ആളാണ്. ഒരാൾ ഉറങ്ങിയിട്ട് കേട്ടോ. ഫോട്ടോഷൂട്ടിന് വന്ന ആൾ ഉറങ്ങി കേട്ടോ. ഞാൻ ഉറങ്ങുന്നു. നല്ല ഉറക്കാണ്. രണ്ട് നല്ല ഫോട്ടോ കിട്ടി. എന്നാലും ഒരാളിവിടെ അടുത്ത ഡിസൈൻ സെറ്റ് ചെയ്യാൻ പോവാണ്. എന്താവുക എന്തോ. അപ്പോൾ നമ്മളെ ചെറിയ പ്രയത്നം കഴിഞ്ഞു. കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് കൂടിയാ അത് അല്ല എനിക്ക് അറിയുന്നതാണോ? ഫോട്ടോ എടുക്കുന്ന പണ്ടേ സ്ത്രീകൾക്ക് ഞാനിക്കാൻ പോകില്ല. പോയിട്ട് എന്നാ ചൂടായിട്ടാ. നാളെപ്പം പൊട്ടിക്ക് വെച്ച് ആളിപ്പം പൊട്ടിക്ക് നഷ്ടം നല്ല വലിക്കുന്നുണ്ട്. എതിരട്ടാ എതിരട്ടാ നല്ല മൂടായിക്ക്. എന്താക്കുക വെള്ളം കുടിച്ചോറിഞ്ഞത്. വെള്ളം കുടിച്ചിറങ്ങിപ്പോയതാ. സാധനം അടിച്ച് വെള്ളം തന്നെയല്ലേ കുടിച്ച്. സാധനം കൊടുക്കുന്നത് സമയം എന്താടാ? കുറവില്ലല്ലോ അമ്മേ. തിരുവന്റെ ബോക്സും പിടിച്ചിട്ട് എന്നാ എൻ്റെ 300 കൊണ്ട് എൻ്റെ 300 കൊണ്ട് ആക്ച്വലി ഫോട്ടോഗ്രാഫിക്ക് ഇവിടെ 300 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോൺ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് അത് ചാർജ് ഒന്നും വന്നിട്ടില്ല. ഇവിടുത്തെ സാഹസം കഴിഞ്ഞു കേട്ടോ. യാത്രയായി മുന്നിലിരുത്തില്ല അവനാ. മുന്നിലിരുത്തിക്കോ. കയറുന്നേ. ഇന്നത്തെ സ്റ്റാർ. ആദ്യ ദിവസം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ കണി ഒരുക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ ഏട്ടൻ കണി ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരി കാണുന്നില്ല. എല്ലാം അതെന്താ കൊന്നയാട വെച്ചതാ? എന്നിട്ട് സ്വർണ്ണം ഇതെല്ലാം കാണുന്നുണ്ടോ? പട്ടു എല്ലാം കാണണ്ടേ?
ഏറ്റവും വീട്ടിൽ വെരി ഗുഡ്. ഇതിൻ്റെ അകത്ത് വെച്ചാൽ പിന്നെ ഞാൻ മര്യാദയ്ക്ക് വെച്ചതാണത്. എന്തെങ്കിലും വെച്ച് 40 സൈഡ് അങ്ങനെയല്ല, കുത്തനെ വെക്ക്. ആ ഇതുകൂടി തിരിഞ്ഞോ. ₹2 അങ്ങനെയല്ലേ കൊടുക്കുക. ഹാപ്പി വിഷു ഓൾ.